വളരെയധികം മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടോ. ആ വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. വലിയ ശമ്പളം വാങ്ങുന്നവരും ബിസിനസ്സുകാരുമായ ആളുകളായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ സമ്പാദ്യശീലം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല. സമ്പാദ്യശീലം കൊണ്ട് എല്ലാവർക്കും മാതൃകയാകുകയാണ് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നഷ്വ എന്ന കുട്ടി. തുവൂർ സ്വദേശിനിയാണ്. ഉപ്പ ഇബ്രാഹിമിന്റെ കയ്യിൽ നിന്നും ഓരോ ദിവസവും അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് വന്നതിന് ശേഷം ഉള്ള 20 രൂപ ശേഖരിച്ച് ഇപ്പോൾ 1,03,000 രൂപ ആയിരിക്കുകയാണ്. ഇപ്പോൾ നഷ്വയുടെ ഉപ്പയും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സമ്പാദ്യശീലം എത്ര വയസ്സ് മുതൽ തുടങ്ങി? ഇപ്പൊ 9 വയസ്സാണ്. എപ്പോ മുതൽ തുടങ്ങിയിട്ടുണ്ട്? 3 വയസ്സ് മുതൽ. അപ്പൊ എത്ര രൂപയൊക്കെ ആയിരുന്നു? അപ്പോ 1 2 ചില്ലറ പൈസകൾ ഒരു കൂട്ടിയെന്നു. ഇപ്പൊ വലിയ പൈസ ആയിരിക്കാണ്, 1 ലക്ഷം കടന്നിരിക്കുകയാണ്. നീ പൈസ എന്താ ചെയ്യാ? അത് വീട് പണിക്ക് ഉമ്മാന്റെ പണ്ടങ്ങൾ ബാങ്കിലുണ്ട്, അതെടുക്കാന്. ഇപ്പൊ ഈ മോളുടെ ഈ സമ്പാദ്യശീലം എന്നുള്ളത് 3 വയസ്സ് മുതൽ തന്നെ ഉണ്ടോ? 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അന്നൊക്കെ 1 റുപ്യ 2 റുപ്യ ഒക്കെ ആയിട്ട് ഒരു കുട്ടിയായിരുന്നു. പിന്നെ 10ന്റെ നോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ 20ന്റെ നോട്ടായി. ഇത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നതാണോ? അങ്ങനെയാണ്? അല്ല, അത് ഞാൻ വണ്ടി ഓടിച്ചു വന്ന് എന്റെ പേഴ്സ് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാല് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് 20ന്റെ പുതിയ നോട്ട് മാത്രം, വേറെ ഒന്നും നോക്കില്ല. അത് മാത്രം എടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. എണ്ണിയാണ്ട് 1000 ആവുമ്പോ എന്നോട് എണ്ണിയാണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പറയും. അങ്ങനെ എടുത്തു വെച്ചത്. ഇപ്പോ മകള് പറഞ്ഞത് വീട് പണിക്ക് വേണ്ടിയിട്ട് അവളുടെ ഉമ്മയുടെ സ്വർണം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെടുക്കാൻ തീരുമാനിക്കും. ഒരു പക്ഷെ നിങ്ങൾ ഈ കുട്ടി ഈ പൈസ ഇങ്ങനെ എടുത്തു വെച്ചില്ലെങ്കിൽ ഇത്ര വലിയൊരു തുക നിങ്ങൾ ഓട്ടോ ഓടിച്ച് അങ്ങനെ ഇത്ര 1 ലക്ഷം രൂപ മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. 5 വർഷമായി വീട് പണി എടുത്തിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് കടങ്ങളുണ്ട്. ബാങ്കില് ഗോൾഡ് വെച്ചത്. അപ്പൊ അത് എടുത്ത് കൊണ്ടുവരണം. പക്ഷെ ചായ കുടിച്ചൊക്കെ തീരേണ്ട പൈസയാണ്. ഓക്കെ, അത് യഥാർത്ഥാണ്. അതിപ്പോ ഈ കുട്ടി ഉണ്ടാവുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ വളരെയധികം മോട്ടിവേഷണലും പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ്. 4ാം ക്ലാസ് പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഫാത്തിമ നഷ്വ. മലപ്പുറത്താണ് കുട്ടിയുടെ വീട്. അപ്പോൾ മലപ്പുറം എൻ്റെ നാടാണ്. അപ്പോൾ മലപ്പുറത്തുള്ള ഒരു ഭയങ്കരധികം ഇൻസ്പിറേഷൻ ആവേണ്ട ഒരാളാണ് ഈ ഫാത്തിമ നഷ്വ. അപ്പോൾ എൻ്റെ കാരണം മനസ്സിലായല്ലോ. ആ കുട്ടിക്കുള്ളൊരു ശീലം, സമ്പാദ്യശീലം. ഉപ്പ ഓട്ടോ ഡ്രൈവറാണ്. സാമ്പത്തികമായിട്ട് അത്ര വില മെച്ചമുള്ള ആൾക്കാരല്ല. ഒരുപാട് കടവും കാര്യങ്ങളുണ്ട്. ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട്. വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി 2-3 വർഷം മുമ്പേ പൈസ സ്വരൂപിക്കാൻ തുടങ്ങിയത്ര. ഉപ്പയുടെ അടുത്ത് നിന്ന് 20 രൂപ ഉപ്പയും കൊടുക്കും, ഉപ്പയുടെ പേഴ്സിൽ നിന്ന് എടുക്കും. 20 രൂപ മാത്രമേ എടുക്കുകയുള്ളൂ. അതെടുത്തിട്ട് ശേഖരിക്കുക. അങ്ങനെ ശേഖരിച്ച് ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആ കുട്ടി സമ്പാദിച്ചു. ആ കുട്ടിയുടെ പ്രായം നോക്കണം, 9 വയസ്സുള്ളൂ. 9 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ കളിച്ചെടുക്കേണ്ട ഒരു പ്രായമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധമൊന്നും ഉണ്ടാവില്ല ആർക്കും, ചെറിയ മക്കളല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ശീല ആ കുട്ടി ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ഇങ്ങനെ ക്യാഷ് സ്വരൂപിച്ചു. അത് സൂക്ഷിച്ചു വെച്ചു. റബ്ബർ ബാൻഡ് ഇട്ട് 20ന്റെ കെട്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ടത് നല്ല അടിപൊളിയായിട്ട് ബ്രീഫ് കേസിലൊക്കെ വെച്ച് അത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് അല്ലേ. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ. അതൊരു മോട്ടിവേഷൻ കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര റെയറായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സാധാരണ ഇപ്പോൾ നമ്മളെ കയ്യിൽ കുട്ടികളുടെ കയ്യിൽ ക്യാഷ് വന്നാൽ തന്നെ ഞാനൊക്കെ എന്താ ചെയ്തിനി അറിയോ, നമ്മളെ കയ്യിൽ ഒരു 10 രൂപ വന്നാൽ അപ്പം നമ്മൾ കടയിലോട്ട് വിടും മിഠായി മേടിക്കാൻ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ, ചോക്ലേറ്റ് മേടിക്കാൻ, അല്ലെങ്കിൽ സാധനം എന്തെങ്കിലും മേടിക്കാം. പക്ഷേ ഈ കുട്ടി നേരെ തിരിച്ചാണ് ചെയ്തത്. കിട്ടുന്ന ക്യാഷ് സൂക്ഷിച്ചു വെച്ചു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ. കാരണം ബാങ്കിലൊന്നും കൊണ്ടുപോയിട്ടില്ല, തൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അത് ഏകദേശം ഒരു കെട്ടാക്കുമ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കൊടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. എന്ത് നല്ല രസമല്ലേ കാണാൻ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളാണ്. പക്ഷേ നമ്മളും ചെയ്തിട്ടുണ്ട്. ചില കുടുക്കൊക്കെ മേടിച്ച് നമ്മൾ ക്യാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് കോയിൻസൊക്കെ ഇട്ട്. പക്ഷെ നമ്മളത് പൊട്ടിക്കും. പക്ഷെ ഇത്രയും വലിയൊരു തുക ഒന്നും ആക്കൂല കേട്ടോ. 1000-2000 ഒക്കെ ആക്കുമ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ട് നമ്മൾ ആ പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് ഇത്രയും വലിയൊരു തുകയാണ് സമ്പാദിച്ചത്, 1 ലക്ഷത്തിന് മുകളിൽ. അപ്പോൾ അത് ഭയങ്കര അധികം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ആ കുട്ടിക്കൊരു റിവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ് ഈ കാര്യത്തിന്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
കുട്ടികളിൽ പരിശീലിപ്പിക്കുക എന്നൊരു സംഭവമുണ്ട്. അതാണ് വേണ്ടത്. കാരണങ്ങൾ കുറേ ഉണ്ട്. കാരണം കുട്ടികളുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക, ചോക്ലേറ്റ്, അത് അങ്ങനത്തെ ശീലങ്ങളൊക്കെ മാക്സിമം മാതാപിതാക്കൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എന്നാലേ ഈ ഭാവിയിൽ ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ആ കുട്ടിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, പൈസ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ബോധം വരുള്ളൂ. കാരണം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പൈസ കിട്ടുന്നുണ്ടാവും, അത് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, ചിലവായി പോവാം, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണ് കടം വരിക. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ഇതുപോലെ ശീലങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ പെർഫെക്റ്റാണെന്നല്ല പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പൈസ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതേപോലെ എൻ്റെ ഉപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഞാൻ എൻ്റെ ഉപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഇതേപോലെ, പക്ഷേ ഞാൻ 20 50 100 എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വെക്കും. ആ പൈസ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഒരു കുറച്ചൊക്കെ എത്തുമ്പോൾ ഒരു മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ മേടിക്കും. പക്ഷേ ഇതൊരു എന്താ പറയുക, ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. പക്ഷേ ഞാൻ ചെയ്തത് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് അത് ഇതാക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇത് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം കുട്ടികളിൽ ഇതുപോലത്തെ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് വരും തലമുറയിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ. കാരണം അതൊരു വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ സംഭവം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ വന്നത്. കാരണം ഇതുപോലത്തെ ശീലങ്ങൾ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്ത് ഒരു പുതിയൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആ പഴയ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കൊരു പുതിയൊരു ഇതിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പൈസ എന്തിനാണെന്ന്. കുട്ടി അപ്പോൾ പറയുന്നത് ഉപ്പാക്ക് കൊടുക്കുന്ന, കാരണം വീട് പണിൻ്റെ ആവശ്യത്തിന്, പിന്നെ കുറച്ച് സ്വർണ്ണം എന്തോ വെച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഉപ്പാക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു 9 വയസ്സായ കുട്ടിക്ക് ഉപ്പയെ സഹായിക്കണം, ഉമ്മയെ സഹായിക്കണം എന്നൊക്കെ ഒരു മൈൻഡ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ആരും ചിന്തിക്കില്ല. സാധാരണ ഇപ്പോൾ ഒരു പൈസ ഒക്കെ സ്വരൂപിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ വാങ്ങണം, അല്ലെങ്കിൽ കുറേ ടോയ്സ് മേടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ ഈ കുട്ടി നേരെ തിരിച്ചായിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കണം, അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെയാണ് കേട്ടോ, അതാണ് ഞാൻ പോയിന്റ് ചെയ്തത്. കാരണം കൊച്ചു കുട്ടിയാണ്. ആ കുട്ടിയുടെ അത് കണ്ടല്ലോ, ആ കുട്ടിക്ക് എങ്ങനെ അത് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മോട്ടിവേഷണൽ ആവേണ്ട സംഭവമാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. പാരൻസിന് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. പാരൻസിന് മാത്രമാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അവരിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുക. വേറെ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ടീച്ചേഴ്സിന് പോലും സാധിക്കില്ല. വീട്ടിലിരിക്കുന്ന പാരൻസിന് മാത്രമേ സാധിക്കൂ. ടീച്ചേഴ്സിന് കുറച്ച് കാര്യം സിലബസ് ബേസ്ഡ് ആയിട്ടും മറ്റുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ടൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിലും ഇതുപോലത്തെ ശീലങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പാരൻസിന് മാത്രമേ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പാരൻസിനോ സിബ്ലിങ്സിനോ ആർക്കും വേണമെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മക്കളിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. കാരണം കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.